പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിൽ വീണ്ടും വാഴ്ത്തപ്പെടുവാനാകട്ടെ. കഴിഞ്ഞ രാത്രിയിൽ നമുക്ക് ലൈവ് ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചതുപോലെ എൻ്റെ വിവാഹം നിശ്ചയിക്കുവാൻ, അല്ലെങ്കിൽ എനിക്ക് തക്കതായ ഒരു ജീവിത പങ്കാളിയെ ഈ ഭൂമിയിൽ നൽകി തരുവാൻ ദൈവം ഉപയോഗിച്ച ഒരു വ്യക്തിയിൽ ഒരാളായിരുന്നു പതിച്ചേരിയിൽ കുഞ്ഞുമോൻ ചായ. അദ്ദേഹം പ്രിയം വെച്ച കർത്തൃസന്നിധിയിൽ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ചേർക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിനോടുള്ള ബന്ധത്തിൽ ദുഃഖത്തിലായിരുന്ന ആ ഭവനത്തിൽ പോകുവാനും ഇന്നലെ ആ ഭവനത്തിൽ വെച്ച് നടന്ന ആ ശുശ്രൂഷയിൽ പങ്കാളി ആകുകയും ആ മൃതശരീരം മറവ് ചെയ്യുവാൻ പോയതുകൊണ്ടുമാണ് ഇന്നലെ ലൈവിൽ വരുവാനായിട്ട് കഴിയാതെ പോയത്. എങ്കിലും നമ്മളായിരുന്ന ഭവനങ്ങളിൽ നമുക്ക് പ്രാർത്ഥിപ്പാനും ദൈവ സാന്നിധ്യം അനുഭവിപ്പാനൊക്കെയും കർത്താവ് ഇടയാക്കിയല്ലോ. കർത്താവിൽ പ്രിയം വെച്ച ആ ദൈവ മനുഷ്യനെ കുറിച്ച് പറയുവാൻ എനിക്കുമുണ്ട്. എൻ്റെ 21-ാമത്തെ വയസ്സിൽ ദൈവവചനം പഠനം കഴിഞ്ഞ് സഭാ ശുശ്രൂഷകനായി നിയമിക്കപ്പെട്ടിരിക്കെ വിവാഹിതനാകണം, അങ്ങനെ ആഗ്രഹത്തിൻ്റെ ഫലമായി ഞാനും എൻ്റെ പിതാവും കുന്നുംകുളത്തുള്ള ഒരു കെ രാജൻ പാസ്റ്ററുടെ ചർച്ചിലെ ഒരു പെൺകുട്ടിയെ കുറിച്ചറിഞ്ഞ് പോയി കണ്ട് മടങ്ങി വരവേ ആ ദൈവവൃത്യൻ പറഞ്ഞു, മറ്റൊരു പെൺകുട്ടിയും കൂടെ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പെൺകുട്ടിയെ പോയി കാണാം. ഒരുപാട് സമയമായി, രാത്രിയായി. ഞാനും എൻ്റെ പിതാവും അമ്മേൻ അവിടേക്ക് പോകാതെ ഞങ്ങൾ മടങ്ങി വന്നു. ചില ദിവസങ്ങൾ, ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ കർത്തൃസന്നിധിയിൽ വിശ്രമിക്കുന്ന പ്രിയ കുഞ്ഞോമച്ചായ ഞങ്ങൾ അന്ന് പോയി കാണാതെ മടങ്ങി വന്ന ആ പെൺകുട്ടിയെ കാണുവാനായിട്ടുള്ള ഒരവസരം ഉണ്ടാക്കി. അദ്ദേഹം, ഞാൻ അവിടെ പോകാനിരിക്കുകയായിരുന്നു എന്നൊന്നും അറിഞ്ഞില്ല. ഞങ്ങൾ പരസ്പരം അറിയാതെ കണ്ട അദ്ദേഹത്തിൻ്റെ അകത്ത് ഉണ്ടായ ആ ചിന്തകൾക്കനുസരിച്ച് അദ്ദേഹം ഒരു എഴുത്ത് കൊടുത്തുവിട്ടു. എൻ്റെ സ്വദേശം കണ്ണൂരാണ്. തൃശ്ശൂർ ജില്ലയിലായിരിക്കുന്ന മരവട്ടിച്ചാൽ ആയിരിക്കുന്ന പ്രിയ കുഞ്ഞുമോൻ ചായൻ ആ ലെറ്റർ കൊടുത്തുവിട്ടു. അന്ന് എൻ്റെ പിതാവ് ശുശ്രൂഷിക്കുന്ന സഭയിൽ കൂടി വരുന്ന ഒരു ഭവനത്തിലെ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. അന്ന് ആ ഉപവാസ പ്രാർത്ഥനയിൽ 3 ദിവസവും ദൈവവചനം ശുശ്രൂഷിക്കുവാൻ ദൈവം എനിക്ക് അവസരം നൽകി. അതിലെ 2ാമത്തെ ദിവസം ദൈവവചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കുഞ്ഞുമോൻ ചായന്റെ മൂത്ത മകളുടെ ഹസ്ബൻഡും തൻ്റെ ഇളയ മകളും തൻ്റെ ഹസ്ബൻഡും ഒക്കെയായി ഈ ലെറ്റർ കൊണ്ട് എൻ്റെ ഭവനത്തിലേക്ക് വരുന്നത്. അന്ന് വരുമ്പോൾ എൻ്റെ പപ്പ ശുശ്രൂഷകനായതുകൊണ്ട് ആ സഭയിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന ഒരു ഭവനത്തിൽ ഉപവാസ പ്രാർത്ഥന നടക്കുന്നു. അവിടുത്തെ രാവിലത്തെ സെഷനിൽ ദൈവവചനം ശുശ്രൂഷിച്ച് ആമേൻ നിൽക്കുന്ന സമയത്താണ് ഇവർ വരുന്നത്. ആ ശുശ്രൂഷ കഴിഞ്ഞ് ഈ ലെറ്റർ എൻ്റെ പിതാവിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. പിതാവ് ആ ലെറ്റർ നോക്കി അതിനുശേഷം അത് എൻ്റെ കയ്യിൽ തരുന്നു. ആമേൻ. അന്നത്തെ കൂട്ടായ്മയിൽ വന്നവരും പങ്കാളികളായി. അന്ന് രാത്രി എൻ്റെ വീട്ടിൽ വിശ്രമിച്ച് അടുത്ത പകലിൽ അവര് മീറ്റിംഗ് കഴിഞ്ഞ് എന്നെയും കൊണ്ട് അവരുടെ നാട്ടിലേക്ക് പോയി. അങ്ങനെ ഈ കുഞ്ഞുമോൻ ചായൻ്റെ വീട്ടിൽ രാത്രി വിശ്രമിക്കുവാനും
പ്രിയ സാറാമ്മച്ചി ഞങ്ങൾക്ക് എനിക്ക് ഭക്ഷണമുണ്ടാക്കി ആമേൻ തന്ന് അന്ന് രാത്രി അവിടെ വിശ്രമിച്ചു. ആമേൻ അവിടെ നിന്ന് രാവിലെ ആമേൻ എനിക്ക് വേണ്ടി ഒരുക്കിയ അല്ലെങ്കിൽ എന്നെ കാണിക്കുവാനായിട്ടുള്ള ആ പെൺകുട്ടിയെ കാണുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയാണ്. വളരെ കഠിനാധ്വാനിയും ആമേൻ കൃഷി വളരെ താല്പര്യവും അതിനേക്കാൾ ഉപരി ആമേൻ ദൈവദാസന്മാരെയും ദൈവമക്കളെയും അകമഴിഞ്ഞ് സ്നേഹിക്കുകയും ആമേൻ കരുതുകയും ചെയ്യുന്ന ആ അനുഗ്രഹീതനായ ദൈവമനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ രാവിലത്തെ ടാപ്പിംഗ് ജോലിയൊക്കെ കഴിഞ്ഞ് അദ്ദേഹം എന്നെ കൊണ്ട് ആമേൻ ചേലക്കരയ്ക്കടുത്തുള്ള കൊണ്ടാഴിക്കടുത്തുള്ള ഒന്നാംകല്ല് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ആമേൻ പോവുകയാണ്. അങ്ങനെ അവിടെ ചെന്നു. ആമേൻ എന്നാൽ ഈ യാത്രയ്ക്ക് മുമ്പ് ആമേൻ രാത്രിയുടെ തലേന്ന് ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ മാതാവിനോടും എൻ്റെ സഹോദരനോടും ആമേൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ കാണാൻ പോകുന്ന ആ പെൺകുട്ടിയെ കണ്ട് ആ വീട് കണ്ട് ഞാൻ പോകുന്ന വീട് ഇങ്ങനെ ആയിരിക്കും, ദൈവം എന്നെ കാണിച്ചു. അങ്ങനെ വളരെ ദൈവിക നിയോഗത്തോടെ ആമേൻ ഈ വാത്സല്യ പിതാവുമായി ആ ഭവനത്തിൽ ചെന്നത് ഞാൻ ഓർക്കുകയാണ്. ആമേൻ ആ ഭവനത്തിൽ ചെന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ആമേൻ എന്നെ കൊണ്ടുപോയത് ആമേൻ പതിച്ചേരിയിൽ കുഞ്ഞുമോനാണ്. ഞാൻ ചെന്ന് കണ്ട പെൺകുട്ടിയുടെ ആമേൻ ഒഫീഷ്യൽ നെയിം ആമേൻ PC അലക്സാണ്ടർ എന്നാണെങ്കിലും ആമേൻ അദ്ദേഹത്തെ വിളിക്കുന്നത് ആമേൻ കുഞ്ഞുമോൻ എന്നാണ്. അദ്ദേഹത്തിന്റെ വീട്ടുപേര് പരിച്ചേരിയിൽ നിന്നാണ്. ഹല്ലേലൂയ. അപ്പൊ എന്നെ കൊണ്ടുപോയത് ആമേൻ ഒരു കുഞ്ഞുമോനച്ചാനാണ്. അദ്ദേഹത്തിന്റെ വീട്ട് പേര് പതിച്ചേരി. ആമേൻ ഞാൻ ചെന്ന വീട്ടിലെ ആമേൻ ആ പിതാവിന്റെ പേര് ആമേൻ കുഞ്ഞുമോൻ, വീട്ടുപേര് പരിച്ചേരി. ആമേൻ രണ്ട് വീട്ടുപേരും വളരെ സാമ്യം. ആമേൻ ഒരക്ഷരത്തിന് മാത്രമേ വ്യത്യാസമുള്ളൂ. ആമേൻ ഹല്ലേലൂയ. ആമേൻ അവരുടെ രണ്ടുപേരും ഒന്ന്. ഹല്ലേലൂയ. ആ പിതാവിന്റെ മൂത്ത മകളുടെ പേര് ഷീബ എന്നാണ്, ഇളയ മകളുടെ പേര് ഷീന എന്നാണ്. രണ്ട് സഹോദരന്മാരുണ്ട്. ആമേൻ സന്തോഷ്, അഭിലാഷ്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ ജീവനോടെ ഇരുന്ന യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിപ്പാൻ തക്കവണ്ണം ആമേൻ ദർശനത്തോടെ കാഴ്ചപ്പാടോടെ നിന്ന ആ വാത്സല്യ പിതാവ് മുഖാന്തരം ആമേൻ അതേ പതിച്ചേരിയിൽ കുഞ്ഞുമോനച്ചായൻ പരിച്ചേരിയിൽ കുഞ്ഞുമോൻചാന്റെ മകളെ കാണിച്ചു തരുവാനിടയായി. ഇസ്ഹാക്കിന് വേണ്ടി ലാസറിനെ ആമേൻ അയച്ചതുപോലെ ആമേൻ ഹല്ലേലൂയ പരിശുദ്ധ ആത്മാവ് എലയാസറിനെ അയച്ചതുപോലെ ആമേൻ പ്രിയ പിതാവിനെ അയക്കുവാനിടയായി. അങ്ങനെ ആമേൻ വിവാഹം കഴിഞ്ഞതിന് ശേഷം പലപ്പോഴായി തൻ്റെ ഭവനത്തിൽ ചെല്ലുവാനും ആമേൻ ചെറുതും വലുതുമായ നന്മകൾ ആമേൻ സ്വീകരിക്കുവാനും ആമേൻ ഒത്തിരി അനുഭവങ്ങൾ ഒക്കെ പങ്കുവെക്കുവാനുണ്ട് പ്രിയരെ. ആമേൻ എൻ്റെ കൊച്ചുമകളെ ആമേൻ ഏതാനും ആമേൻ മാസങ്ങൾക്ക് മുമ്പ് കൊണ്ടുപോയി ആമേൻ അദ്ദേഹത്തെ കാണിക്കുവാനും ആമേൻ എൻ്റെ കൊച്ചുമകൾക്ക് അദ്ദേഹം ഒരു നന്മ കൊടുക്കുവാനും ഒക്കെ ഇടയായി തീർന്നു. അങ്ങനെ ഒത്തിരി നല്ല അനുഭവങ്ങൾ ആമേൻ പങ്കുവെക്കുവാനുണ്ട് പ്രിയരെ. വാഗ്ദത്തമുള്ളവനെ കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ഒതുക്കാൻ കഴിയത്തില്ല, തകർക്കുവാൻ കഴിയത്തില്ല. ആമേൻ വാഗ്ദത്തമുള്ള ആ പിതാവ് ആമേൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ അനവധി കഷ്ടങ്ങൾ, അനവധി പ്രതികൂലങ്ങൾ, അനവധി പ്രയാസങ്ങളൊക്കെ തന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ആമേൻ ആ പ്രത്യാശയുടെ സ്വീകാര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആമേൻ ആ വാഗ്ദത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തനിക്ക് ലഭിച്ച 72 വയസ്സ് ഈ ഭൂമിയിൽ ജീവിപ്പാനിടയായി തീർന്നു. പ്രിയരെ, ഇന്നത്തെ ലൈവിൽ ഞാനിത് പറയുവാൻ കാരണം ഇന്നലെ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ കഴിഞ്ഞില്ല. അതിനുള്ള കാരണമാണ് ഞാൻ ഈ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ ആ ഭവനത്തിലായിരുന്നപ്പോൾ ആ പിതാവിന്റെ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, ആമേൻ ദൈവദാസന്മാർ, ദേശനിവാസികൾ ഒക്കെ ആമേൻ ആ പിതാവിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുവാനിടയായി. ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിപ്പാൻ ദൈവം ആയുസ് കൊടുത്തു, ആരോഗ്യം കൊടുത്തു, ബലം കൊടുത്തു.
ആമേൻ. മക്കളെ കൊടുത്തു, മരുമക്കളെ കൊടുത്തു, കൊച്ചുമക്കളെ കൊടുത്തു. ആമേൻ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ആ ഭവനത്തിലെ മൂത്ത മകളെ വിവാഹം ചെയ്തത് ആമേൻ ഞാൻ ജനിച്ചു വളർന്നതായ സ്വദേശമായ കണ്ണൂർ ജില്ലയിൽ. ആമേൻ. ആ ജില്ലയിലായിരിക്കുന്ന എനിക്ക് അദ്ദേഹത്തിന്റെ ഭവനവുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായത് ആമേൻ ഇന്നേക്ക് 2026 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി ജനിച്ച കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമാണ്. ഹല്ലേലൂയ. ആ കർത്താവിനെ പ്രസംഗിക്കുന്ന, ആ കർത്താവിനെ ശുശ്രൂഷിക്കുന്ന ഒരു ദൈവദാസൻ എന്ന നിലയിൽ ആമേൻ എനിക്ക് വേണ്ടി അദ്ദേഹം ആമേൻ ഒരു ജീവിത പങ്കാളിയെ ആമേൻ കണ്ടെത്തുവാൻ ആമേൻ ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചു. ഹല്ലേലൂയ. ഞാൻ കർത്താവിനെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ, ഞാൻ കർത്താവിന് വേണ്ടി നിന്നില്ലായിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു ബന്ധം ഞങ്ങൾക്കുണ്ടാകില്ലായിരുന്നു. പ്രിയരെ, ആമേൻ നമുക്ക് വേണ്ടി ദൈവം ആമേൻ ചിലരെ ഒരുക്കും. വിശ്വസിക്കുന്നവർ കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആ ഭവനത്തിലെ ഇളയ മകളുടെ പേര് ഷീന എന്നാണ്. ആമേൻ. ആ ഷീനയെ വിവാഹം ചെയ്തിരിക്കുന്നത് ആമേൻ എൻ്റെ ഓൺ ബ്രദർ സന്തോഷ് പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ ആമേൻ ഭാര്യയുടെ ആമേൻ അതെ മാതാവിൻ്റെ സഹോദരിയുടെ മകനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ മാനുഷികമായി ആമേൻ ബന്ധങ്ങൾ ആമേൻ ഹല്ലേലൂയ ഈ ഭൂമിയിൽ ദൈവം നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ആ ഭവനത്തിലെ സന്തോഷം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മൂത്ത മകൻ ആമേൻ, ആ മകൻ വിവാഹം ചെയ്തിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നാണ്. ആമേൻ. ഞാൻ കർത്താവിന്റെ വേലയിൽ കഴിഞ്ഞ 26 വർഷമായി ആയിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ. അദ്ദേഹത്തിന്റെ വിവാഹം ആമേൻ പ്രപ്പോസൽ വന്നപ്പോൾ ആ വീട്ടുകാർ ആദ്യം വിളിച്ച് ചോദിച്ചത് എന്നോടാ, ആ പെൺകുട്ടി അറിയാമോ, ആ പെൺകുട്ടിയുടെ വീടറിയാമോ? ആമേൻ. ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കുറിച്ച് ഞങ്ങൾ അറിഞ്ഞു. ഞാൻ പറഞ്ഞു ആമേൻ, ഞാൻ പാലക്കാട് ജില്ലയിൽ ആദ്യമായി എത്തിയപ്പോൾ എന്നെ ഇൻവൈറ്റ് ചെയ്ത പാലക്കാടിന്റെ ചില സ്ഥലങ്ങളിൽ പരിചയപ്പെടുത്തുവാൻ എന്നോട് കൂടെ സഞ്ചരിച്ചത് ആമേൻ ആ പെൺകുട്ടിയുടെ ആമേൻ അതെ ആ പിതാവിന്റെ ആമേൻ സഹോദരന്റെ മകനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആ സഹോദരിയുടെ സഹോദരനാണ് എന്നെ പാലക്കാടേക്ക് ആദ്യമായി ഇൻവൈറ്റ് ചെയ്തത്. അപ്പോൾ ആ ഭവനവുമായി ഒത്തിരി ബന്ധങ്ങൾ മാനുഷികമായി പറയുവാനുണ്ടെങ്കിലും അതിലുപരി ആമേൻ കാൽവറിയിൽ ചിന്തിയ രക്തം കൊണ്ട് വീണ്ടെടുത്ത ആത്മീയ ബന്ധം. ഹല്ലേലൂയ. അതിവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല. മാനുഷിക ബന്ധം ഇവിടം കൊണ്ട് തീരുന്നതാ. എന്നാൽ ഇവിടം കൊണ്ട് തീരാത്ത ഒരു നിത്യമായ ബന്ധം ആ കുടുംബത്തിലുള്ളവരുമായി ദൈവം നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. വാഗ്ദത്തമുള്ളവനെ കല്ലറി കൊതുക്കുവാൻ കഴിയത്തില്ല. മരണത്തെ പാതാളത്തെ അതിജീവിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ആമേൻ അതെ സ്വർഗോന്നതങ്ങളിലേക്ക് കരേറിപ്പോയ കർത്താവ് പറഞ്ഞു, ഞാൻ പോയതുപോലെ വീണ്ടും മടങ്ങി വരും. ആമേൻ. ആ കാഹളം മുഴങ്ങുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ അക്ഷയരായി ഉയർക്കും. ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരം പ്രാപിക്കും. അങ്ങനെ നാം കർത്താവിനെ ആമേൻ മുഖാമുഖമായി കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്ന് കർത്തൃ സന്നിധിയിൽ ആമേൻ പ്രിയം വെച്ച് വിശ്രമിക്കുന്ന വാത്സല്യ കുഞ്ഞുമച്ചായനെ കാണാമെന്നുള്ള പ്രത്യാശ ആമേൻ ഉള്ള ദൈവമക്കൾ ആ കരങ്ങൾ ഉയർത്തി കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചാട്ട ഈ പ്രത്യാശയില്ലാത്ത ആരെങ്കിലും ഇന്ന് രാത്രി ഈ ലൈവിൽ ആമേൻ അതെ പങ്കാളികളാകുന്നുണ്ടെങ്കിൽ പ്രിയരെ, ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവം നൽകുന്ന ദർശനത്തെ സ്വീകരിച്ചുകൊണ്ട് ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിപ്പാൻ ആയുസ്സും ആരോഗ്യവും ബലവും സർവശക്തനായ ദൈവം ആമേൻ നമുക്ക് നൽകുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ആ കരങ്ങളെ ഉയർത്തി കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചാട്ട്. ആമേൻ.